ബംഗളൂരുവിലെ ആശുപത്രിയിൽ തീപിടുത്തത്തിനിടെ മലയാളി യുവാവ് മരിച്ചതിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി ഇന്ന് കുടുംബം രംഗത്ത് വന്നു. ചികിത്സയിൽ കഴിയുകയായിരുന്ന സുജയ് സുജാതിനെ തീപിടുത്തമുണ്ടായ ഭാഗത്തുനിന്ന് മാറ്റാൻ 45 മിനിറ്റ് വൈകിയെന്ന് ഭാര്യ രോഹിണി ഇന്ന് പറഞ്ഞു. ന്യൂമോണിയ മൂലമുള്ള മരണം എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായും കുടുംബത്തിൻ്റെ ആരോപണം. സാർ സുജയ് അപ്പോൾ ഓക്കെ എല്ലാം ഷിഫ്റ്റായി MICയിലായിരുന്നു. എന്നിട്ട് ഞാൻ താഴെ ചെന്ന് ഞങ്ങളെ മെയിൻ എൻട്രൻസിലോട്ട് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ സുജയ് കിടന്നിരുന്ന റൂമിൻ്റെ ആ സൈഡിലാണ് ഈ പൊട്ടിത്തെറിച്ച് ഫുൾ ഇത് ആവണ സ്മോക്ക് ഇതൊക്കെ വന്നുകൊണ്ട് ഞാൻ തിരിച്ചകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവർ കയറ്റിയില്ല. എൻ്റെ മുമ്പിൽ കൂടെ കൊണ്ടുപോയി കണ്ണ് തുറന്ന് കിടക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ സ്മോക്ക് ഇങ്ങനെ കിടക്കണ്ടേ. എനിക്ക് മനസ്സിൽ ആൾ പോയി എന്നുള്ളൊരു ഇതെനിക്ക് വന്ന് 45 മിനിറ്റിന് ഉള്ളിൽ ഫസ്റ്റ് അവർ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ പേഷ്യൻറ്റിനാണ്. ബാക്കി എല്ലാവർക്കും എഴുന്നേറ്റ് കിടക്കുക എന്ന് പറഞ്ഞാൽ സുജയ്ക്ക് ഈ എക്മോ മെഷീൻ്റെ ഇത് ചെയ്തേക്കണോണ്ട് അവർ ആരുടെ സഹായമില്ലാതെ എഴുന്നേക്കാൻ ഒന്നിനും പറ്റില്ല. കേസ് അട്ടിമറിക്കാൻ ബംഗളൂരു പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന സുജയുടെ പിതാവ് സുജാതൻ ചികിത്സയുടെ ഭാഗമായി 30 ലക്ഷം രൂപ ആശുപത്രി ഈടാക്കിയെന്നും നീതി ലഭിക്കണമെന്ന് സുജയുടെ സഹോദരനും ഇന്ന് പറഞ്ഞു. അത് ടോട്ടലി നെഗ്ലിജൻസ് ആണ് സാർ. ദാറ്റ് ഇൻ എ ലാപ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആക്ച്വലി അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പുവർ കണ്ടീഷൻസിൻ്റെ ദാറ്റ്സ് എ റീസൺ ഓൺലി ഫോർ ഡെത്ത് മൈ സൺ. FIR ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സദാശിവനഗർ പോലീസ് സ്റ്റേഷനിൽ അറൗണ്ട് 5 o'clock ഞാനും എൻ്റെ കൂട്ടുകാരുമായിട്ട് അവിടെ പോയി ഞങ്ങൾ കംപ്ലയിൻറ്റ്സ് എഴുതി കൊടുത്തു. അവർ ഏതാണ്ട് 8 or 8:30 ആ ടൈം വരെ ഏതാണ്ട് 3 hours എടുത്തു അവർ അക്നോളജ്മെൻറ്റ് തരാൻ വേണ്ടി. അതിനും മറ്റുള്ളവർ ഇടപെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് അക്നോളജ്മെൻറ്റ് തന്നത്. ന്യൂമോണിയ ബാധിച്ച ഒരു ആൾക്ക് നമ്മൾ സാധാരണക്കാരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 35 ലക്ഷം രൂപ എന്ന് പറയുന്നത് അവൻ്റെ കുടുംബം വിറ്റ് കാശ് കൊടുക്കേണ്ട ഗതികേടിലോട്ട് വരും. അല്ലെങ്കിൽ അവൻ്റെ പിള്ളേരും ബാക്കിയുള്ളവർ പട്ടിണിയാകുന്ന ഒരു ഗതികേടിലോട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതിൽ ഇവർ 23 ലക്ഷം രൂപയോളവും അവിടുന്ന് ഇവർ സംഘടിപ്പിച്ച് അത് അടച്ചിട്ടുണ്ട്. ഈ തുക കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ ഡിസ്ചാർജ് സമ്മറി, ഈ ഡെത്ത് സമ്മറി അടക്കം ഒരു രേഖയും ഇതുവരെയും ആ ഹോസ്പിറ്റലിൽ നിന്നും അധികാരികൾ കൊടുത്തിട്ടില്ല. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് നമുക്ക് ഈ പ്രൈം ടൈമിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ? SKN കുടുംബം ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. സെപ്റ്റംബർ 1-ാം തീയതിയാണ് സുജയ് ഈ ശ്വാസകോശ സംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ട് രാമയ്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അല്പം ക്രിട്ടിക്കലായിരുന്നു. പക്ഷേ പിന്നീട് 18 ദിവസത്തിനിപ്പുറം ഡോക്ടർ തന്നെ നേരിട്ട് ഈ സുജയുടെ ഭാര്യയായ രോഹിണിയെ കണ്ട് സംസാരിച്ചു. സുജയ്ക്ക് കുറച്ച് ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് പോകാം, സുജയ് പൂർണ്ണമായി റിക്കവറായി എന്നാണ് പറഞ്ഞിരുന്നത്. അത് രാവിലെ 19-ാം തീയതി രാവിലെ ഇക്കാര്യം സുജയുടെ സഹോദരനെ വിളിച്ച് രോഹിണി പറയുകയും ചെയ്തു. ഇതിനിടയിൽ ഫോൺ ചെയ്യുന്നതിനിടയിലാണ് തൊട്ടടുത്ത് നിന്നൊരു വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടത്. അപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അതൊരു തീപിടുത്തമാണെന്ന് മനസ്സിലായത്. പിന്നാലെ ആ ഫ്ലോറിലുണ്ടായിരുന്ന ആളുകളെ എല്ലാം മാറ്റി എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. പക്ഷേ 45 മിനിറ്റിന് ശേഷമാണ് സുജയെ ഈ ഭാര്യയുടെ കൺമുന്നിലൂടെ ആ ഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുന്നത് അവർ കണ്ടത്. അതായത് തീപിടുത്തം ഉണ്ടായി, സുജയുടെ തൊട്ട് അപ്പുറത്തെ പ്രദേശത്താണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ നിന്നുള്ള പുക ഈ മുറിയിലേക്ക് എത്തുകയും ശ്വാസകോശത്തിലേക്ക് കയറുകയും ചെയ്തു. അതാണ് സുജയുടെ മരണകാരണത്തിന് വഴിവെച്ചത്, അല്ലെങ്കിൽ മരണകാരണത്തിന് പ്രധാനപ്പെട്ട ആരോപണമായി കുടുംബം ഉന്നയിക്കുന്നത്. ഈ സുജയ് കിടന്നിരുന്ന റൂമിൽ അടക്കം ഈ പുകപടലവും അതോടൊപ്പം തന്നെ തീപിടുത്തത്തിൻ്റെ അംശങ്ങളും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ബെഡിലടക്കം ഈ പുക ഉണ്ടായിരുന്നു, മുഖത്ത് പുകയുടെ പാടുണ്ടായിരുന്നു എന്ന് ഭാര്യ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും അനുകൂലമായ നിലപാടുണ്ടായില്ല. പിന്നീട് ഏറെ കഴിഞ്ഞാണ് ഒരു കേസെടുക്കാൻ തന്നെ അവർ തയ്യാറായത്. അരമണിക്കൂറിനകം സുജയ് കിടന്ന മുറി അത് പൂർണ്ണമായും വൃത്തിയാക്കി ഈ തീപിടുത്തത്തിൻ്റെ അംശങ്ങളെല്ലാം അവർ മാറ്റുകയും ചെയ്തു. അങ്ങനെ കുടുംബം പറയുന്നത് പോലീസിൻ്റെ സഹായത്തോടു കൂടി കേസ് അട്ടിമറിക്കാൻ ആശുപത്രി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം 30 ലക്ഷത്തിലധികം രൂപ ഈ കുടുംബം ആശുപത്രിയിൽ അടച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കൂടുതൽ തുക വേണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഈ കിടന്ന കാലഘട്ടത്തിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ട് തങ്ങളെ ബന്ധപ്പെടുന്നു ആശുപത്രി എന്നുള്ളതും പ്രധാനപ്പെട്ട ആരോപണമായി അവർ ഉന്നയിക്കുന്നു. നിലവിൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം
കർണാടക കേരള മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അനുകൂലമായ നിലപാട് ഈ വിഷയത്തിൽ വേണം, മകന് നീതി ലഭിക്കണമെന്നാണ് പിതാവിൻ്റെ ആവശ്യം. 2 കുഞ്ഞു മക്കളാണ് സുജയ്ക്ക് ഉള്ളത്. ബാംഗ്ലൂരിലൊരു പ്രധാനപ്പെട്ട കമ്പനിയിൽ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ കുടുംബത്തിൻ്റെ മുന്നോട്ട് പോക്കടക്കം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ആശുപത്രിയുടെ അനാസ്ഥ കാരണം എന്നാണ് ആ ഭാര്യയും അതോടൊപ്പം തന്നെ പിതാവും സഹോദരനുമെല്ലാം ഉന്നയിക്കുന്നത്. ഇനി നഷ്ടപരിഹാരം അടക്കമുള്ള നടപടികൾ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതിന് സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം കർണാടക സർക്കാരിൻ്റെയും എല്ലാം ഇടപെടൽ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതിദാരുണമായ സംഭവമാണ്. ചികിത്സ തേടി ആശുപത്രിയിലെത്തി, ആ ആശുപത്രിയിൽ നിന്ന് ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാൽ തിരിച്ചു വന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അതിദാരുണമായി തീപിടുത്തത്തിൽ പുക ശ്വസിച്ച് മരിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ വരികയും ചെയ്യും. ഇതിലൊരു വ്യക്തമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. SKN. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ബൈജു ആർ പറയുന്നു, ഈ ആശുപത്രികൾ വലിയൊരു ലോബിയാണ്, അവരെ അതുകൊണ്ട് തന്നെ ഇവരെ സഹായിക്കണം. തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് നമ്മൾ ഈ വാർത്ത ബ്രേക്കിംഗ് ആയി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാർത്തയെ നമ്മൾ പിന്തുടരുകയും ചെയ്യും.